അവർ തമ്മിൽ നല്ല ചേർച്ചയാണ് അല്ലേ അമ്മച്ചി? ശരിയാ മേരിക്കുട്ടി. അവന് വേണ്ടി കർത്താവ് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട മാലാഖ. എന്താടി പെണ്ണെ, എന്തിനാ കണ്ണ് നിറയ്ക്കുന്നേ? അത് ഇച്ചായൻ അറിഞ്ഞാൽ ഭൂകമ്പം നടക്കും. അവനിപ്പോൾ ഒന്നും അറിയണ്ട. ഇവിടെ നിന്ന് പോകുമ്പോഴാ ഒരു വിഷമം. എൻ്റെ കൊച്ച്, എൻ്റെ മേരി, വളർത്തിയത് ഞങ്ങളാണേലും അവൾക്ക് സ്നേഹം നിന്നോടാ. അകന്ന് മാറി നിന്നാലും നീ അമ്മയാണ്. അത് അങ്ങനെ തന്നെയാ, ഒരിക്കലും മാറില്ല, മാറ്റാനും പറ്റില്ല. എടാ ചെറുക്ക, പതിയെ ഡ്രൈവ് ചെയ്യ്. ഇത് നിന്റെ മുംബൈ അല്ല, നാട്ടിൻ പുറമാ. ഓ എനിക്കറിയാം. കരിയേട്ടനെ കാണാൻ എന്താ വെപ്രാളം. കർത്താവേ, ഈ ഡോക്ടർക്കിപ്പോൾ എന്താ പറ്റിയേ? എന്തിനാ ദേഷ്യം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഡെന്നി, ഇവിടെ ഒന്ന് നിർത്തിയേ. അവൻ കാറ് സൈഡ് ഒതുക്കി. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാം. ആദ്യമായി ഒരു വീട്ടിൽ പോവുമല്ലേ. നീരജ പുറത്തേക്കിറങ്ങി. ആൻറ്റി, ഞാനും വരട്ടെ? വേണ്ട, മോൾ അവിടെ ഇരുന്നോ, ഞാൻ മേടിച്ചിട്ട് വരാം. നീരജ ഷോപ്പിനുള്ളിലേക്ക് കയറി. പെട്ട് ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക? ആനി, ഗൗരവം തങ്ങി നിൽക്കുന്ന ശബ്ദം. അവൻ്റെ നീല ഞരമ്പുകൾ തെളിഞ്ഞു നിൽക്കുന്ന കണ്ണിലേക്ക് നോക്കി വിറയലോടെ ഇരുന്നു. എന്താ? വാ, പറഞ്ഞു തരാം. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഇച്ചായ സീറ്റിൽ മുറുകെ പിടിച്ചു. പ്ലീസ്, അമ്മ വരുവാ, വിട്. നീരജ ഷോപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവൻ കൈ പിൻവലിച്ചു. ഇപ്പോൾ നീ രക്ഷപ്പെട്ടു, പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടും. അവൻ്റെ കണ്ണിൽ എന്തോ ഒന്ന് തെളിഞ്ഞു നിന്നു. അതരങ്ങൾ ചെറുതായി വിരിഞ്ഞു. ആനി, ഇഷ്ടമല്ലേ എന്നെ? ഡോക്ടർക്കിത് എന്തിൻ്റെ കേടാ? നിഷാനി, ഇഷ്ടം. അവൻ പതിയെ ശാന്തമാകുന്നത് തിരിച്ചറിഞ്ഞു. ഭ്രാന്ത് മാത്രമല്ല, ഈ ഡെന്നിച്ചന് കുശുമ്പുണ്ടല്ലേ. ദേ ഈ വഴിയാ. റോഡ് രണ്ടായി മാറുമ്പോൾ നിഷ ഇടത് സൈഡിലേക്ക് വിരൽ ചൂണ്ടി. ഇന്ന് രാവിലെ ഞാൻ ഇതുവഴിയല്ലേ വന്നത്? കാറ് മുന്നിലേക്ക് നീങ്ങി. ആൻറ്റി, ഇവിടെ നിർത്തിയാൽ മതി, ഇതാണ് ഹരിയേട്ടൻ്റെ വീട്. കാറ് നിർത്തി. പുറത്തേക്ക് നോക്കിയതും ഡെന്നി ഞെട്ടി. ഈ വീട്? അപ്പോൾ ഇത് ഹരിയുടെ വീടായിരുന്നോ? രാവിലെ കണ്ടത് ഹരിയുടെ അമ്മയെയും നീരജയും നിഷയും ഇറങ്ങി. നിഷ ഗേറ്റ് തുറന്നിട്ടു. സ്വർഗം, അവൻ്റെ ഒരു സ്വർഗം. വിളഞ്ഞ് പാകമായി കിടക്കുന്ന പച്ചക്കറികൾ, പൂത്ത് തളർത്ത് നിൽക്കുന്ന പൂച്ചെടികൾ. സൂപ്പർ മോളെ, എന്ത് ഭംഗിയാ. ചുമ്മാതല്ല സ്വർഗമെന്ന് പേരിട്ടത്, ഇതാണ് യഥാർത്ഥ സ്വർഗം. ഡെന്നി ഇഷ്ടക്കേടോടെ മുഖം വെട്ടിച്ചു. ഇത് മാത്രമല്ല, വീടിന് പുറകുവശത്ത് ഒരുപാട് പുരയിടമുണ്ട്. അവിടെ കപ്പയും ചേമ്പും വാഴയും എല്ലാം ഉണ്ട്. ഹരിയേട്ടനാ കൃഷി ചെയ്യാറ്. ദേവിയമ്മയുടെ സ്പെഷ്യൽ കപ്പയും കാന്താരി മുളക് ഞെരടിയതും സൂപ്പറാ. വായിൽ വെള്ളം ഓടും. എന്നാ ഒരു വള്ളം ഇറക്കി വായിലിട്ടോ. ഡെന്നി, നിനക്കിത്തിരി കൂടുന്നുണ്ട്. അമ്മ, ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടിട്ടും ആരും വന്നില്ലല്ലോ. നമുക്ക് പോയിട്ട് പിന്നൊരു ദിവസം വരാം. നിഷ ഓടിച്ചെന്ന് കോളിംഗ് ബെല്ലിൽ വിരൽ വെച്ചു. ഓ, അവളുടെ ഒരു വെപ്രാളം. ഡെന്നി വീടിൻ്റെ സൈഡിലേക്ക് നടന്നു. കൊള്ളാം. കൃഷി ഓഫീസർ ആള് കാണും പോലെ അല്ല. മണ്ണിനെ പ്രണയിക്കുന്നുണ്ട്. തിരിച്ചവനെയും. പാകമായി നിൽക്കുന്ന ജാമ്പയ്ക്ക ഒരെണ്ണം പൊട്ടിച്ചെടുത്തു, വായിലേക്കിട്ടു. അയ്യോ, ഇതാരാ? എൻ്റെ കുട്ടി വന്നോ? വാതിൽ തുറന്ന പാടെ മുന്നിൽ നിൽക്കുന്ന നിഷയെ കെട്ടിപ്പിടിച്ചു, നെഞ്ചിലേക്ക് ചേർത്തു. എന്താ ഇത്രയിടം വരെ വരാത്തെ? അമ്മയെ മറന്നോ നീ? തലമുടിയിൽ വാത്സല്യത്തോടെ വിരൽ കടത്തി തഴുകുമ്പോഴാണ് സ്റ്റെപ്പിന് താഴെ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന നീരജയെ കാണുന്നത്. ഇത് ആരാ മോളെ? ഷോ, അത് മറന്നു ദേവിയമ്മേ. നീരജ ആൻറ്റി, മുംബൈയിൽ നിന്ന് വന്ന ഡോക്ടർ. സാമുവൽ ചേട്ടൻ്റെ അല്ലേ? അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ഞാനും മോള് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാനായി കൂടെ കൂടിയതാ. മോനെ ഒരു ദിവസം കണ്ടു. അകത്തേക്ക് വായോ. നീരജ സ്റ്റെപ്പുകൾ കയറി. ഡെന്നി, ദേ വരുന്നമ്മ. മോനും വന്നിട്ടുണ്ടോ? നന്നായി. ഹരി പറഞ്ഞായിരുന്നു ഒരു കുട്ടി ഡോക്ടർ ഉണ്ടെന്ന്. കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. സ്റ്റെപ്പുകൾ കയറി വരുന്നവനെ കണ്ട് കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞു. മോനെ, ഈ കുഞ്ഞായിരുന്നോ? ഹോ, വല്ലാത്ത അതിശയം തന്നെയാ. കൊച്ചു കള്ളൻ ഡോക്ടറാണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അവൻ്റെ ചുണ്ടിലും നേർത്തൊരു പുഞ്ചിരിയുണ്ട്. അമ്മ, ആരോടാ സംസാരിക്കുന്നത്?
ഹരി കിച്ചണിൽ നിന്ന് ഹാളിലേക്ക് കടക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ അമ്മയ്ക്കൊപ്പം ഡെന്നി നിൽക്കുന്നുണ്ട്. ഇത് ആ പയ്യനല്ലേ? ഇവിടെ എന്താ? ഡെന്നിയുടെ കൈയും പിടിച്ച് ദേവിക ഹാളിലേക്ക് വന്നു. ദേ ഹരി, ഇന്ന് എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടാക്കി തന്നത് ഈ മോനാ? ആണോ? താങ്ക്സ്. പേര്? ഹരി അവന് മുന്നിലേക്ക് വലത് കൈ നീട്ടി. ഡെന്നീസ്. അവനും ആ കൈയിൽ കൈ ചേർത്ത് വെച്ചു, ഇഷ്ടത്തോടെ തന്നെ. ഈ മോനെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. എൻ്റെ കണ്ണൻ കൊണ്ടെത്തിച്ചതാ. ദേവിയമ്മ വാ തോരാതെ സംസാരിക്കുന്നുണ്ട്. എന്താ ദേവിയമ്മേ, എന്താ സംഭവം? സാറിനെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? അവളുടെ ഒരു സാറ് വീട്ടിൽ വരുമല്ലോ. അത് മോളെ, രാവിലെ നടന്നത് എല്ലാം പറയുമ്പോൾ നിഷയുടെ കണ്ണുകൾ അലസമായി ഫോണിൽ നോക്കിയിരിക്കുന്നവനിൽ തന്നെയായിരുന്നു. എൻ്റെ ഭ്രാന്തന് മനുഷ്യപ്പറ്റുണ്ട്. സാമുവലും ഇങ്ങനെയാ. ആ സ്വഭാവമാണ് ചെക്കന് കിട്ടിയത്. അങ്ങനെ രക്ഷിച്ച ഒരാള് ഇപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. ഇച്ചായൻ മരിച്ചത് പോലും അറിയാതെ. അവരുടെ ശബ്ദം വേദനയുടെ തൊണ്ടക്കുഴിയിൽ കുടുങ്ങി. ഡെന്നി പുറത്തേക്ക് നടന്നു. ചെക്കന് വലിയ വിഷമമാ. എത്ര നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും അയാൾക്ക് മാറ്റമൊന്നുമില്ല. എന്താ ആൻറ്റി, എന്താ പറ്റിയത്? ഹരിക്ക് വല്ലാത്ത ആകാംക്ഷ. ഞങ്ങൾ ക്ലിനിക്ക് തുടങ്ങി കുറച്ചുനാൾ ആയതേ ഉണ്ടായിരുന്നുള്ളൂ. ഭിക്ഷക്കാർക്കിടയിൽ നിന്ന് താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു മനുഷ്യൻ ഇടയ്ക്ക് വയലൻ്റ് ആകും. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രക്കിടയിൽ സാമുവലിൻ്റെ കണ്ണിൽപ്പെട്ടു. ഇച്ചായന് ഇങ്ങനെയുള്ളവരോട് വല്ലാത്ത സ്നേഹമാണ്. നിഷയുടെ ഹൃദയം ആ പറയുന്നത് കേൾക്കാനുള്ള ആവേശത്തിൽ തുടിച്ചു. ഹരി അവൾക്ക് അടുത്തിരുന്നു. പിന്നെ എന്താ ആൻറ്റി സംഭവിച്ചത്? അങ്ങനെ വണ്ടി നിർത്തി. അടുത്തു പോയി സംസാരിച്ചതും അയാൾ ഓടി. പിന്നെയും ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ അയാളെ കണ്ടു. ഭിക്ഷക്കാർക്കൊപ്പം റോഡിൻ്റെ സൈഡിലോ മറ്റോ ആണ് കിടപ്പ്. ഒരു ദിവസം രാത്രി ഇച്ചായൻ അയാളെ അങ്ങ് പൊക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആദ്യം വലിയ ഉപദ്രവമായിരുന്നു. ഇച്ചായനെ കടിച്ചിട്ട് വരെയുണ്ട്. നിഷയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്തിനാടി കരയുന്നേ? നിന്റെ ആരേലും ആണോ? എന്തോ അറിയില്ല ഹരിയേട്ടാ, കണ്ണ് നിറഞ്ഞു പോവാ. ഡെന്നി ആ സമയത്ത് പഠിക്കുവാണ്. 4 വർഷത്തോളം ഇച്ചായൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇടയ്ക്ക് മാറ്റം വരും, വീണ്ടും മനസ്സിൻ്റെ താളം തെറ്റും. പതിയെ ഇച്ചായനോട് അടുത്തു. വലിയ സ്നേഹമായിരുന്നു. പക്ഷേ മരിച്ചത് മാത്രം പറഞ്ഞില്ല. ഇതേവരെ അറിഞ്ഞിട്ടില്ല. പിന്നീട് ഇങ്ങോട്ട് 3 വർഷമായി ഡെന്നിയുടെ ട്രീറ്റ്മെൻറ്റിലാണ്. ചെക്കനെ വലിയ ഇഷ്ടമാണ്. കൊച്ചു ഡോക്ടർ ഉണ്ടേൽ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഇല്ലേൽ ആ ഇരുട്ടിൽ തന്നെ ചുരുണ്ട് കൂടി കിടക്കും. ആ അച്ഛൻ ഇപ്പോൾ ഇരുട്ടിൽ കിടക്കുമായിരിക്കും അല്ലേ? കൊച്ചു ഡോക്ടർ ഇവിടെയല്ലേ? നിഷ പെട്ടെന്ന് ചോദിച്ചു. അതാണ് ഈ ഫോണും കയ്യിൽ പിടിച്ച് നടക്കുന്നത്. എപ്പോഴാ കോള് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. വയലൻ്റ് ആയാൽ ഉടനെ പോകണം. വല്ലാത്ത കഷ്ടം തന്നെ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെ. ഇനി ഒരിക്കലും അസുഖം മാറില്ല ആൻറ്റി. മാറ്റണം. അത് അവൻ്റെ ഒരു വാശിയാ മോളെ. സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ മാറും. ഡെന്നി അകത്തേക്ക് കയറി വന്നു. അയ്യോ, ചായ എടുക്കാം, അത് മറന്നു. വേണ്ട അമ്മ ഇരിക്ക്, ഞാനിടാം. ഹരിയേട്ടാ ഞാനും. പിന്നെ ദേവിയമ്മ, ഉണ്ണിയപ്പം എവിടെ? എൻ്റെ നിഷ, നീ വാ. ഇന്നത്തെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എൻ്റെയാ. നിനക്ക് വേണ്ടി സ്പെഷ്യൽ. ആണോ? ഹരിയേട്ടനാണോ ഉണ്ടാക്കിയേ? എനിക്ക് വയ്യായികയല്ലേ മോളെ, നീ വരുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. വീർത്തിരിക്കുക കുശുമ്പൻ. ഇനി എന്തായാലും 2 ദിവസത്തേക്ക് മുന്നിലേക്ക് പോകാതിരിക്കുന്നതാ നല്ലത്. ഇപ്പോൾ കരിയേട്ടൻ്റെ കയ്യിൽ പിടിച്ച് നടന്നോ? വിശദമായി കാണുന്നുണ്ട്. ജോലിയൊക്കെ ഒരുപാടുണ്ടല്ലേ? നന്നായി ക്ഷീണിച്ചു. ഉണ്ട്. ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇപ്പോൾ 2 ദിവസമായി ഞാൻ റെസ്റ്റാ. അവൾ കിച്ചൺ സ്ലാബിന് മുകളിലായി കയറിയിരുന്നു. ഹരി ചായയ്ക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു. കാലിൽ എന്താ മോളെ പറ്റിയേ? ആ 2 പെൺപടകൾ തള്ളിയിട്ടോ? ഏയ് ഇല്ല ഹരിയേട്ടാ, ഒരു ഗ്ലാസ് പീസ് കുത്തിയതാ. എൻ്റെ കൈ തട്ടി ജഗ് വീണ് പൊട്ടി. ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് ഒരെണ്ണം കാലിൽ കയറി. നല്ല മുറിവുണ്ടോ? ഹോസ്പിറ്റലിൽ പോയോ നീ? ഏയ് വലിയ പ്രശ്നമില്ല. നമ്മുടെ കൊച്ചു ഡോക്ടർ മരുന്ന് വെച്ച് ഡ്രസ് ചെയ്ത് തന്നു. ഒരു സ്റ്റിച്ച് ഇടേണ്ടി വരും. ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചതാ, ഞാൻ പോയില്ല.
പോകാമായിരുന്നില്ലേ മോളെ? നല്ല വേദനയില്ലേ? രാത്രി നല്ല വേദന ഉണ്ടായിരുന്നു. ഡോക്ടർ ഒരു ഗുളിക തന്നു. അതോടെ വേദന പമ്പ കടന്നു. ഈ പുറമേയുള്ള ഗൗരവമേ ഉള്ളൂ. ആള് പാവാ. വാതോരാതെ അവനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവൾ. സൂക്ഷിക്കണം. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. എഡ്വിൻ, അവൻ്റെ ശല്യമുണ്ടോ? അതാണ് ഹരിയേട്ട രസം. കൊച്ചു ഡോക്ടർ അവനെ ഇടിച്ച് പഞ്ഞിക്കിട്ടു. ഇപ്പം പാവം പേടിച്ച് ഒതുങ്ങി നടക്കുവാ. അന്ന് രാത്രി നടന്നത് പറഞ്ഞ് അവൾ ഉറക്കെ ചിരിച്ചു. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ചെയ്യുന്നതാണോ ആനിക്ക്? ഹരി സഹോദരനെ പോലെയാ. പക്ഷെ അവൻ എങ്ങനെയാന്ന് അറിയില്ലല്ലോ. അരിശത്തോടെ ഫോൺ ഞെരിച്ചു പിടിച്ചു. നിഷമോളല്ലേ ചിരിക്കുന്നത്? വീട്ടിൽ ആള് സൈലൻ്റാ. ഇവിടെ വരുമ്പോൾ ഇങ്ങനാ. കുഞ്ഞിലേ മുതൽ ഹരിയുമായി വലിയ കൂട്ടാ. അവനും അങ്ങനാ. കൃഷി ഓഫീസും ഈ വീടും പിന്നെ ഞാനും നിഷമോളും. അതാണ് അവൻ്റെ ലോകം. പുറത്ത് ഒരു കൂട്ടുകാരുമില്ല. ഒതുങ്ങിയ പ്രകൃതം. സംസാരവും കുറവാ. ദേ ഈ ചെക്കനും ഒതുങ്ങിയ സ്വഭാവ. പക്ഷെ ദേഷ്യം വന്നാൽ ഒതുക്കമൊന്നുമില്ല. നിൽക്കുന്ന ഇടം പൂര പറമ്പാക്കും. കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ആരാ ഡെന്നി? ഹോസ്പിറ്റലിൽ നിന്നാണോ? ഏയ് അല്ലമ്മ, അരുണയാ. നിഷയുടെ ചെവിക്കുള്ളിലേക്ക് ആ പേര് വന്ന് പതിച്ചു. അരുണയോ? അതാരാ? വെപ്രാണത്തോടെ സ്ലാബിന് മുകളിൽ നിന്നും ചാടി ഇറങ്ങി. വേദനയോടെ കാൽ കുടഞ്ഞു. സൂക്ഷിച്ചും കണ്ട് നടക്കരുത്. ധൃതിയിൽ എവിടെ പോവാ? അവിടെ നിൽക്ക്. ഹരി ദേഷ്യപ്പെട്ടു. ദേ ഇത് കഴിച്ചു നോക്കിയിട്ട് കൊള്ളാവോ എന്ന് പറഞ്ഞ് തേങ്ങ ചെറുതായി അരിഞ്ഞ് നെയ്യിൽ മൂപ്പിച്ചിട്ടതാ. എന്നാലും ഈ അരുണ ആരായിരിക്കും? ആലോചനയോടെ നിന്നു. നിഷ കഴിക്ക്. ഹരി അവളുടെ തലയിൽ കൊട്ടി. ആള് കാണും പോലെ അല്ല, പാവമാണ് അല്ലേ നിഷ? ആര്? നമ്മുടെ കൊച്ചു ഡോക്ടർ. അവനുമൊത്തുള്ള നിമിഷങ്ങൾ ഓർമ്മയിലേക്ക് വന്നതും നാണത്തോടെ മുഖം ചുവന്നു. ഹരി ചായ പകർന്നെടുത്തു. മതി സ്വപ്നം കണ്ടത്. തേ പ്ലേറ്റും കൂടി എടുത്തിട്ട് വാ. ഹരി, ആ മോൻ പുറത്ത് നിൽക്കുവാ. വിളിക്ക്. ആൻറ്റി ചായ കുടിക്ക്. ഞാൻ ദേ വരുന്നു. വീട്ടിലേക്കുള്ള വഴി അറിയോ അരുണ? അതൊക്കെ ഞാൻ വരും. നാളെ ഏതു നിമിഷവും പാലയ്ക്കലിൽ അരുണയുടെ എൻട്രി പ്രതീക്ഷിക്കാം. ചെവി കൂർപ്പിച്ചിരുന്നോ? ഓക്കെ. ഡെന്നീസ്? ഓ സോറി, കോളിലാണോ? താൻ ചായ കുടിക്കില്ലാന്ന് നിഷ പറഞ്ഞു. കോഫി റെഡിയാ. ചൂട് മാറും മുന്നേ വായു. ഈ കരിയുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. ഡെന്നി? എടാ ഡെന്നി. എന്താടി? ആരാടാ അത്? പുതിയ ഫ്രണ്ടിനെ കിട്ടിയോ? ഫ്രണ്ടാണോ എനിമിയാണോന്ന് ഇതേവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും സ്വീറ്റ് വോയിസ്. കാണാൻ എങ്ങനെ? നിന്നെ പോലെ ചുള്ളനാണോ? ആള് പൊളിയാ. ഒരു കൃഷി ഓഫീസർ. മോഡേൺ അല്ല, നല്ല നാടൻ ചെക്കൻ. ഓ എന്നാ ശരി. കോൾ കട്ട് ചെയ്ത് ഹാളിലേക്ക് കയറിയ ഡെന്നിയുടെ കണ്ണുകൾ തുടിച്ചു. ഹൃദയം ഒരു നിമിഷം നിന്ന് പോയതുപോലെ. കർത്താവേ, ഇതെങ്ങനെ? ഹരി, എന്താടോ? ദേ ആ ഫോട്ടോയിലിരിക്കുന്ന ആളാരാ? ഡെന്നിയുടെ വിരലുകൾ വിറയലോടെ ഫ്രെയിം ചെയ്ത് മാലയിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് നീണ്ടു. അത് അച്ഛനാ, കൃഷ്ണപ്രസാദ്. ഇവിടെ മെഡിക്കൽ കോളേജിലായിരുന്നു. ഡെന്നി അമർത്തി മോളി. നീരജയ്ക്ക് ഓപ്പോസിറ്റായിരുന്നു. അവനെന്തോ പറയാതെ പറയുന്നുണ്ട്. അല്ല, നിഷമോളുടെ കണ്ണും ആ ചേട്ടൻ്റെ കണ്ണും ഒരുപോലെയാണല്ലോ. സത്യായും ഞാനങ്ങ് ഞെട്ടിപ്പോയി. മകൻ്റെ മനസ്സറിഞ്ഞതുപോലെ നീരജ പറഞ്ഞു. ഹരിക്കും ദേവിയമ്മയ്ക്കും ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. നിഷ നിറഞ്ഞ കണ്ണോടെ ആ ഫോട്ടോയിൽ നോക്കി വിതുമ്പി.